ഹലോ, ഇന്ന് നമ്മൾ ലിയോയ്ക്ക് ചോറൂണിന് വേണ്ടിയിട്ട് ചന്ദനക്കാവിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് 8 പിറക്കാൻ വേണ്ടിയിട്ട് ചന്ദനക്കാവിലോട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. അന്ന് അവിടെ ഒരു 2 അമ്മമാരുണ്ട്. ആ 2 അമ്മമാരാണ് അവിടെ നമുക്കെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരലും പായസം എടുത്ത് തരുന്നതും നമ്മളവിടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന 2 അമ്മമാരാണ്. അതിലത്തെ ഒരു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് സുഖമായിട്ട് പ്രസവിക്കും, കാര്യങ്ങളെല്ലാം നല്ല വളരെ ഭംഗിയായിട്ട് നടക്കും, അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ ചോറ് കൊടുക്കാൻ വരണേന്ന് ആ അമ്മ പറഞ്ഞതായിരുന്നേ. ദൈവം സഹായിച്ചിട്ട് വളരെ ഭംഗിയായിട്ടാണ് എല്ലതും നടന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു 9 മാസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും എൻ്റെ പ്രസവത്തിൻ്റെ ആ ദിവസം എന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഗുരുവായൂരും കൊടുങ്ങല്ലൂരും കഴിഞ്ഞിട്ട് നേരെ ചന്ദനക്കാവിലോട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ആ അമ്മ എൻ്റെ അടുത്ത് വേറൊരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എൻ്റെ വയറ് തൊട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ആൺകുഞ്ഞായിരിക്കും എന്നുള്ള കാര്യം ആ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴയുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവുന്നൊക്കെ പറയുന്നത് കുറച്ചൊക്കെ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മോന് ചോറ് കൊടുക്കാൻ പോയ സമയത്തും ആ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോയി സംസാരിച്ചു. ഞാൻ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് എന്നൊക്കെ ആ അമ്മേൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. മോനെ കണ്ടു, മോൻ്റെ അടുത്ത് മോനെ അനുഗ്രഹമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അമ്മ. ഗർഭിണികളെ 8 പിറക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ കുറച്ച് പൂജകളും അതുപോലെ തന്നെ കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചോറ് കൊടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാലും ആദ്യമായിട്ട് പോകുന്ന സമയത്ത് അവിടെ കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അവിടുന്ന് പറഞ്ഞു തന്ന എല്ലാ വഴിപാടുകളും ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ 8 പിറക്കാൻ പോകുന്ന സമയത്ത് എനിക്കറിയാവുന്ന ചന്ദനക്കാവിൻ്റെ കഥകളിലൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണണം എന്നുള്ളവർ ഞാൻ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പോയി കാണാം. എനിക്കെന്തായാലും ഭയങ്കര വിശ്വാസമായിട്ടുണ്ടായിരുന്നേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറ്റിലത്തെ അമ്മയ്ക്ക് സുഖപ്രസവം ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങൾ എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കാര്യത്തിൽ എല്ലാം വളരെ ഭംഗിയായിട്ടാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ പിന്നെ പറയണ്ടല്ലോ, ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ആ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് വന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഫുഡൊന്നും കഴിക്കാതെ ആ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. നേരെ ഗണപതി ഭവനിൽ പോയി നല്ല ദോശയും കാര്യമൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ 2 മസാല ദോശ അല്ല നെയ്റോസ്റ്റും കഴിച്ചിട്ടാണ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.